നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. തരമറിഞ്ഞ് കളിക്കണം കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മൂക്കിൽ കയറ്റിക്കളയാമെന്ന് കരുതുന്നുവെങ്കിൽ അത്തരക്കാരോട് പോ മോനെ ലാലു എന്നേ പറയാനുള്ളൂ. കസ്റ്റംസിൻ്റെ നോട്ടീസ് പ്രകാരം സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ ഹാജരാകുമ്പോൾ പൂരപ്പാട്ട് പാടിയും മേശയിലിടിച്ചും പേപ്പർ വെയിറ്റ് എറിഞ്ഞും ഭീഷണിപ്പെടുത്തി നിരപരാധികളെ കുറ്റക്കാരനാക്കാമെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. കസ്റ്റംസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സർക്കാരിനെതിരെ പറയാൻ നിരപരാധികളായ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ നിരന്തരം പീഡിപ്പിച്ചു വരികയാണ്. അതിൻ്റെ അവസാന ഇരയാണ് അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണൻ MS. ഹരികൃഷ്ണനെ ചോദ്യം ചെയ്ത കസ്റ്റംസിലെ ലാലുമോൻ കൂട്ടിലടച്ച വെറുമൊരു ചാവാലിയാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് എതിരെ അന്യായമായി ഉയരുന്ന കൈകൾ പിന്നീട് അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KN അശോക് കുമാർ ഇറക്കിയ പ്രസ്താവനയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ വായിച്ചത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലു ചോദ്യം ചെയ്യലിനിടെ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ ഭീഷണിപ്പെടുത്തി സർക്കാരിനെതിരെ പറയാൻ പ്രേരിപ്പിച്ചു എന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഭാഷ്യം. അപമര്യാദയോടെ പെരുമാറിയ കസ്റ്റംസ് ഓഫീസർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഉടൻ FIR ഇടുമെന്നാണ് സൂചന. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നോട്ടീസിൻ്റെ ലക്ഷ്യം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്നത് തടയുകയാണോ? അപകടം മണത്ത് അസോസിയേഷൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണോ? സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്നതിനാണോ ഈ കരുനീക്കം? ജനം ഡിബേറ്റ് ഈ ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഉത്തരം തേടുന്നത്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്, രാഷ്ട്രീയ നിരീക്ഷകനും CPM സഹയാത്രികനുമായ അഡ്വക്കേറ്റ് BN ഹസ്ക, NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AM ജാഫർ ഖാൻ എന്നിവരാണ് ഇന്നത്തെ സംവാദത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത്. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ അശോക് കുമാറിനോട് ഈ സംവാദത്തിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു, മീറ്റിംഗ് കഴിഞ്ഞു. പക്ഷേ മീറ്റിങ്ങിൻ്റെ തീരുമാനം ആരും സംവാദത്തിൽ പങ്കെടുക്കേണ്ട എന്നറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ ഇന്നത്തെ സംവാദത്തിൽ ഇല്ല. CPM നേതാക്കന്മാരെയും ബന്ധപ്പെട്ടു. പക്ഷേ AKG സെൻട്രലിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് അവർക്ക് ലഭിച്ച നിർദ്ദേശം. പക്ഷേ CPM സഹയാത്രികൻ, ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്ക ഈ സംവാദത്തിൽ അതിഥിയായി എത്തുന്നുണ്ട്. അദ്ദേഹം മറുപടി പറയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ജാഫർ ഖാൻ, എന്തായിരിക്കാം ഇത്തരമൊരു നോട്ടീസിൻ്റെ പിറകിലെ അജണ്ട എന്തായിരിക്കാം? കാരണം ഇവിടെ പ്രധാനമായും ആരോപിക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിൽ പറഞ്ഞത്, ഈ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, പൂരപ്പാട്ട് പാടി എന്നൊക്കെയാണ്. അതായത് അദ്ദേഹത്തെ തെറി വിളിച്ചു, പേപ്പർ വെയിറ്റ് വലിച്ചെറിഞ്ഞു. അപ്പോൾ എല്ലാ തരത്തിലും അദ്ദേഹത്തെ പീഡിപ്പിച്ചു, എന്നിട്ട് സർക്കാരിനെതിരെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കാം ഇത്തരം ഒരു നോട്ടീസിൻ്റെ ഉദ്ദേശ്യം? എന്തായിരിക്കാം? സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു നോട്ടീസ് അതിന്ന് ചർച്ചാ വിഷയമായത് തരമറിഞ്ഞ് കളിക്കണം
കൂട്ടിലടച്ച കസ്റ്റംസ് എന്ന ഹെഡിങ്ങിൽ പുറത്തു വന്ന നോട്ടീസ് ശരിക്കു പറഞ്ഞാൽ അത് ഈ സർവീസ് സംഘടനകളുടെ ഒരു നോട്ടീസാണോ എന്ന് അത് കാണുമ്പോൾ വളരെ സംശയം തോന്നുന്ന ഒരു കാര്യം. അതിന്റെ ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്ത് ഇവിടെ കോഡ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ചട്ടങ്ങൾക്ക് അനുസരിച്ച് സർവീസ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് സർക്കാർ മേഖലയിൽ സർക്കാർ സർവീസ് സംഘടനകൾക്കും മറ്റുള്ളവർക്കും ബാധകമായിട്ടിരിക്കുന്നത്. അതിലെല്ലാം ഉപരി ഇവിടെ ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ അന്ന് മുതൽ സർവീസ് സംഘടനകളുടെ പ്രവർത്തനം അത് നോട്ടീസ് ഇറക്കുന്നതും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഒക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ഭരണം ആരംഭിച്ചത്. അപ്പൊ അവിടെ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരങ്ങളോ പ്രവർത്തനങ്ങളോ തടസ്സപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി അത് അവിടെ തടഞ്ഞ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഇന്നത് കേന്ദ്ര ഏജൻസികളിലെ അന്വേഷണ ഏജൻസികൾക്ക് എതിരെ അവരത് ഉറഞ്ഞു തുള്ളുമ്പോൾ, അതിന് വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ എടുത്തുകൊണ്ട് അത് വരുമ്പോൾ, ഒരു സർവീസ് സംഘടനാ ഭാരവാഹി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലുള്ള വിഷയങ്ങളും കേന്ദ്രത്തിന്റെ വിഷയങ്ങളും അതും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അത് വസ്തുതാപരമായി മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ കസ്റ്റംസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ നയതന്ത്ര ബാഗേജ് അതിന് പരിരക്ഷ ഉണ്ടോ ഇല്ലേ എന്ന് ശരിക്കും പറഞ്ഞാൽ പൊതുഭരണ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് പൊളിറ്റിക്കൽ വകുപ്പ്. ആ പൊളിറ്റിക്കൽ വകുപ്പിൽ നിന്നും അങ്ങനെ നയതന്ത്ര പരിരക്ഷ ഉള്ള ബാഗേജ് ആണോ എന്ന് കത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് സ്വാഭാവികമായും ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം അതിനെ നിയോഗിക്കപ്പെട്ട കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായുമുണ്ട്. അവരത് ചെയ്യുകയും വേണം, അവർക്ക് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും അതുമായി സഹകരിക്കുകയും വേണം. അതാണ് സത്യസന്ധമായ രീതിയിലുള്ള സർക്കാരിന്റെയും സർവീസ് സംഘടനകളുടെയും ഒക്കെ പ്രവർത്തനം. അപ്പൊ അതിനെ മറ്റൊരു രീതിയിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും ആ കാര്യത്തിലുള്ളത്. ഇവിടെ പിന്നെ എന്താണ് അതിനകത്ത് കൂടുതൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, അതിപ്പോ കേന്ദ്ര ഏജൻസികൾ ഇവിടെ വന്ന് പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ അത് സ്വാഭാവികമായും ഇവിടുത്തെ ഗവൺമെന്റ് നടപടികൾക്ക് എതിരെ വരുന്ന ഒരു വിഷയത്തെ അത് ലോക്കലി CPM-ഉം അല്ലെങ്കിൽ DOFI-യും മറ്റ് സംഘടനകളും പ്രതിരോധിക്കുക എന്നതുപോലെ അതിനും അപ്പുറത്തേക്ക് ഒരു മുഴം മുന്നോട്ടെറിഞ്ഞുകൊണ്ട് വളരെ സബ്സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള ഒരു നോട്ടീസൊക്കെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് തുടക്കത്തിൽ പറയാൻ. ശരി ജാഫർ ഖാൻ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സുരേഷ്, നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലായിരുന്നു CPM-നും സർക്കാരിനും അമർഷവും അതൃപ്തിയും. ഇപ്പോഴിതാ കസ്റ്റംസ് ആണ് ശത്രു. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തു അയ്യപ്പനെ. അദ്ദേഹം ആരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെയാണ് മറുപടി കൊടുത്തത് എന്ന് കസ്റ്റംസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കസ്റ്റംസ് കമ്മീഷണറേറ്റിലേക്ക് പോയപ്പോൾ അയ്യപ്പൻ പല വിവരങ്ങളും അടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഫോൺ കൊണ്ടുപോയിരുന്നില്ല. ഇക്കാരണങ്ങളാൽ അയ്യപ്പനെ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത്. കസ്റ്റംസ് ചോദ്യം ചെയ്ത അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനും എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായി കസ്റ്റംസ് മനസ്സിലാക്കുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുടെ നോട്ടീസ് അത് താങ്കൾ വായിച്ചു കാണുമെന്ന് കരുതുന്നു. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ വയ്ക്കുകയാണ്.
സുഹൃത്തുക്കളെ, കേന്ദ്രത്തിലെ മോട്ടാബായിയുടെയും ചോട്ടാബായിയുടെയും പാദസേവകരായ ഏതെങ്കിലും പടുജന്മങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മൂക്കിൽ കയറ്റിക്കളയാമെന്ന് കരുതുന്നുവെങ്കിൽ അത്തരക്കാരോട് പോ മോനെ ലാലു എന്നേ പറയാനുള്ളൂ. ഈ ലാലു എന്ന് പറയുന്നത് ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഭരണഘടനയെ മുറുകെ പിടിച്ച് ജനാധിപത്യത്തിൻ്റെ കാവലാളുകൾ ഭരണം നടത്തുന്ന നാടാണിത്. അതിനെ പിരിച്ചുവിട്ട് സംഘി കൈകളിൽ ഏൽപ്പിക്കാമെന്ന് ഏതെങ്കിലും വടക്കൻ ഗോസ്വാമി നാഗ്പൂരിൽ നിന്നും അച്ചാരവും വാങ്ങി വന്നാൽ അത് കളസം കീറുന്ന പണിയായി പോകും. ഓർത്തോ, ഇത് കളിത്തട്ട് വേറെയാണ്, പോയി വേറെ പണി നോക്കണം ഹേ. നേരത്തെ ജാഫർ ഖാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരിക്കലും ഒരു അസോസിയേഷൻ്റെ, അതും സെക്രട്ടേറിയറ്റിലെ ഒരു സർവീസ് സംഘടനയാണ്, ആ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഉള്ള ഭാഷയിൽ ഒരിക്കലും പ്രസ്താവന ഇറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രസ്താവന അല്ലെങ്കിൽ നോട്ടീസ് എന്നതിന് ഉപരിയായി ഇതൊരു ഭീഷണിയുടെ സ്വരമുള്ള ഒരു കത്തായിട്ട് തന്നെയാണ്, ഒരു കുറിപ്പായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇവിടെ കസ്റ്റംസ് ഇനി കൂടുതൽ സെക്രട്ടേറിയറ്റിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കരുത് എന്ന ഉദ്ദേശ്യം വെച്ചായിരിക്കുമോ ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരം കലർന്ന ഒരു പ്രസ്താവന ഇറക്കിയത്? ശ്രീ അനിൽ നമ്പ്യാർ, ഇവിടെ അങ്ങ് തുടക്കത്തിൽ വായിച്ച പാരഗ്രാഫിനേക്കാൾ എന്നെ കൂടുതൽ ഞെട്ടിപ്പിച്ചത് ഇതിൻ്റെ അവസാനത്തെ പാരഗ്രാഫാണ്. അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു, സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കെതിരെ അന്യായമായി ഉയരുന്ന കൈകൾ പിന്നീട് അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് എംപ്ലോയീസ് അസോസിയേഷൻ എന്നാണ്. അതായത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കൈകൾ വെട്ടി ഛേദിച്ച് ദൂരേക്കെറിയാൻ ഈ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം കൊണ്ട് ജീവിക്കുന്ന ഈ KN അശോക് കുമാറിനെ പോലെയുള്ള മൂന്നാംകിട ഗുണ്ടകൾ അവൻ്റെ പേര് വെച്ചെഴുതുന്ന നോട്ടീസിലൂടെ ഇന്ത്യയിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കൈ വെട്ടിയെറിയാനുള്ള അധികാരം പോലും അവർക്കുണ്ട് എന്ന അഹങ്കാരവും ഹുങ്കുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ, ഈ ഗുണ്ടാത്തലവനെതിരെ, ഈ സാമാന്യ വിവരമില്ലാത്ത ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാർ, സെക്രട്ടേറിയറ്റിനകത്ത് യൂണിയൻ നേതാക്കന്മാരായിട്ടിരിക്കുന്ന ഈ മൂന്നാംകിട സാമൂഹിക വിരുദ്ധന്മാർക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയാണ് വേണ്ടത്. കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കാൻ കസ്റ്റംസിന് പ്രത്യേക അധികാരമാണുള്ളത്. ആ കസ്റ്റംസിൻ്റെ അധികാരം ഇവിടുത്തെ പോലീസിനുള്ളതിനേക്കാൾ വലിയ അധികാരമാണ്. കസ്റ്റംസിൻ്റെ മുമ്പിൽ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അത് എവിഡൻഷ്യറി വാല്യൂ ഉള്ള മൊഴിയാണ്. അപ്പോൾ അങ്ങനെയുള്ള അധികാരങ്ങളുള്ള ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഈ രീതിയിൽ കൈവെട്ടിയെടുത്ത് കളയുമെന്നുൾപ്പെടെ പറയാനുള്ള അഹങ്കാരം പിണറായി വിജയൻ ഭരിക്കുന്ന ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒരു മൂന്നാംകിട നേതാവിന് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ഇയാളെ അറസ്റ്റ് ചെയ്യണം. കാരണം ഇത് ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഏജൻസികൾക്കെതിരെയായിട്ടുള്ള കൊലവിളിയാണ്. അതാണ് BJPക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കേരളം ഭരിക്കുന്നത് ഒരു കൊലപാതക കേസിലെ പ്രതിയായിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പാർട്ടി സെക്രട്ടറി ഇപ്പോൾ ഫുൾ ടൈം പാർട്ടി സെക്രട്ടറി ഇല്ല. മയക്കുമരുന്ന് കേസ് വന്നതോടുകൂടി പാർട്ടി സെക്രട്ടറി ഇല്ലാത്ത പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആരെയോ പിടിച്ച് ചാർജ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാർട്ടി സെക്രട്ടറി മറ്റൊരു കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന P. ജയരാജൻ ഒരു കൊലക്കേസിലെ പ്രതിയാണ്. അതോടൊപ്പം തന്നെ അപ്പുറത്ത് മോഹൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി മറ്റൊരു കൊലക്കേസിലെ പ്രതിയാണ്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റൊരു കൊലക്കേസിലെ പ്രതിയാണ്. അപ്പോൾ ഇങ്ങനെ കൊലക്കേസിലെ പ്രതികൾ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി മുതൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ വരെയുള്ളവർ കൊലക്കേസിലെ പ്രതികൾ ആയിരിക്കുന്ന ഒരു പാർട്ടി. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസ് നടത്തി കൊണ്ടുവരുന്ന പണം കൊണ്ട് തിന്നു വീർപ്പിച്ചിരുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്ന പാർട്ടി
ഈ പാർട്ടി ആ പാർട്ടിയുടെ ഒരു അസോസിയേഷൻ സെക്രട്ടേറിയറ്റിൽ ഒരു അസോസിയേഷൻ സെക്രട്ടറി ഇങ്ങനെ അധപ്പതിച്ചില്ലെങ്കിൽ മാത്രമേ അതിശയമുള്ളൂ എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ അങ്ങ് കാണേണ്ടത് ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള കള്ളക്കടത്താണ് ഇവിടെ നടന്നത് എന്നാണ് കാണേണ്ടത്. ഇത് കേവലം ഇവിടുത്തെ CMOയുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സ്വപ്ന സുരേഷും മാത്രം അറിഞ്ഞുകൊണ്ടല്ല, ഇതുപോലെയുള്ള അസോസിയേഷൻ്റെ സെക്രട്ടറിമാർ വരെ അറിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയും സെക്രട്ടേറിയറ്റിലെ അസോസിയേഷൻ നേതാക്കന്മാർക്കും ഒരുമിച്ച് കൈയിട്ട് വാരാനും ഷെയറും കിട്ടിയിരുന്ന ഒരു കള്ളക്കടത്ത് സംവിധാനമായിരുന്നു ഇവിടെ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാവുകയാണ്. ഇയാളുടെ ഈ കത്തോടുകൂടി വ്യക്തമാവുകയാണ്. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ചില കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിനും ശിവശങ്കറിനും മാത്രമാണ് ഇതിൽ ബന്ധമെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിന് ബോധ്യമായിരിക്കുന്നു, അസോസിയേഷൻ അവിടുത്തെ CPMൻ്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലുള്ള എല്ലാവർക്കും, അവിടുത്തെ പ്രോട്ടോകോൾ ഓഫീസർ, ഇപ്പോൾ അഡീഷണൽ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ, അയാൾ നേരത്തെ പ്രോട്ടോകോൾ ഓഫീസറായിരുന്നു. അയാൾ പ്രോട്ടോകോൾ ഓഫീസറായിരുന്ന സമയത്ത് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വരുമ്പോൾ അയാൾ ഒപ്പിട്ട് അവിടെ ഫയൽ സൂക്ഷിച്ചിരുന്നു. അയാൾ പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്തുനിന്ന് മാറാൻ കാരണം എന്താണ്? BJP കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അയാൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഫേസ്ബുക്ക് വഴി ആക്രമണം നടത്തുകയും അയാൾ പ്രോട്ടോകോൾ ഓഫീസറായി ഇരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ VVIP സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്ന് BJP കത്ത് കൊടുത്തതിനെ തുടർന്ന് IB ഉൾപ്പെടെയുള്ള അന്വേഷണം വന്നപ്പോഴാണ് അയാൾ പ്രോട്ടോകോൾ ഓഫീസർ സ്ഥാനത്ത് ഷൈൻ എ ഹക്ക് എന്ന് പറയുന്ന ഒരു ഒന്നാം തരം രാജ്യദ്രോഹി അയാളായിരുന്നു ആ പ്രോട്ടോകോൾ ഓഫീസറുടെ സ്ഥാനത്തിരുന്നത്. അയാൾ ആ സ്ഥാനത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഇയാൾ സ്വപ്നയുടെ പുറകെ സാരി തുമ്പിൽ പിടിച്ച് നടക്കുന്ന ഫോട്ടോ ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്നതാണ്. അയാൾ ഇവിടെ അഡീഷണൽ പ്രോട്ടോകോൾ ഓഫീസറായി മാറിയതിന് ശേഷം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിനെ സംബന്ധിച്ചുള്ള ഒരു ഫയലും പഴയ പ്രോട്ടോകോൾ ഓഫീസറുടെ മേശപ്പുറത്ത് വന്നിട്ടില്ല. എല്ലാം ഇയാൾ വീട്ടിൽ വെച്ചും സ്വപ്നയുടെ വീട്ടിൽ ചെന്നും സ്വപ്നയുടെ മുറിയിൽ ചെന്നും സ്വപ്നയുടെ ഹോട്ടൽ റൂമിൽ ചെന്നും ഒപ്പിട്ട് കൊടുക്കുന്ന പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഡിപ്ലോമാറ്റിക് ബാഗേജുകളെ സംബന്ധിച്ചുള്ള ഫയൽ ഇവിടെ ഇല്ല എന്ന് കള്ളപ്രചരണം നടത്തി പറഞ്ഞത്. ഇതുകൊണ്ടാണ്, അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ കസ്റ്റംസ് വിളിച്ചത്, നിങ്ങൾ എവിടെ നിന്നാണ് ഇത് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ഫയൽ എന്തുകൊണ്ടില്ല, മുഖ്യമന്ത്രിയുടെ പ്രോട്ടോകോളിലെ പൊളിറ്റിക്കൽ സെക്ഷനിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വന്നാൽ അതിൻ്റെ ഫയൽ കാണണം, എന്തുകൊണ്ടില്ല എന്ന ചോദ്യമാണ്. ഇത് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചു ഇതേ ഉദ്യോഗസ്ഥന്മാർ. ഈ അശോകൻ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഗുണ്ടാ നേതാക്കന്മാരാണ് സെക്രട്ടേറിയറ്റ് തീയിടാൻ ശ്രമിച്ചത്. ആ തീയിടാൻ ശ്രമിച്ചത് K. സുരേന്ദ്രൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും സമയത്ത് ചെന്നതുകൊണ്ട് ആ തീയിട്ട് അതിൻ്റെ മറവിൽ കുറേ ഫയലുകൾ കത്തിക്കാനുള്ള ഗൂഢപദ്ധതി പൊളിഞ്ഞു. ആ പൊളിഞ്ഞതിന് ശേഷം ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഞങ്ങളുടെ ഓഫീസർമാർ പോകില്ല, അങ്ങനെ ആരെങ്കിലും അവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ കൈവെട്ടിക്കളയുമെന്ന് പറയാൻ ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല, ഇത് ക്യൂബയല്ല, ഇത് കേരളമാണ്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബംഗാൾ ഉൾക്കടലിൽ ചവിട്ടി താഴ്ത്തിയ, ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് ആഭാസത്തരത്തെ അവസാനിപ്പിച്ച ആ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, BJP എന്ന് പറയുന്ന പാർട്ടി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുണ്ടാ തലവന്മാർക്ക് ഇനി കൂടുതൽ കാലം കേരളത്തിൽ കിടന്ന് ഈ ഗുണ്ടായിസം കാണിക്കാൻ പറ്റുമെന്നുള്ള വ്യാമോഹം മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഓക്കെ അഡ്വക്കേറ്റ് അസ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജനറൽ തുടരുന്നു. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ ഹരികൃഷ്ണനെ ചോദ്യം ചെയ്ത കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ലാലു അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറി എന്നാണല്ലോ അസോസിയേഷൻ്റെ ആക്ഷേപം. ആ ആക്ഷേപമാണ് ഈ കത്തിൽ, ഈ പ്രസ്താവനയിൽ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി കസ്റ്റംസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയാണോ പ്രസ്താവന ഇറക്കേണ്ടത്? ഭീഷണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഭീഷണിയാണ്. ഇതിൽ ഇനി ഉപയോഗിക്കാത്ത മോശം പദങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ജീവനക്കാരൻ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഒന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ അവഹേളിക്കുന്ന രീതിയിലാണ്. അതെ അതുകൂടി പറഞ്ഞില്ല. ഇതിൻ്റെ കത്തിൻ്റെ തുടക്കം തന്നെ, ഈ പ്രസ്താവനയുടെ നോട്ടീസിൻ്റെ തുടക്കം തന്നെ അതാണ്. കേന്ദ്രത്തിലെ മോട്ടാബായിയുടെയും ചോട്ടാബായിയുടെയും പാദസേവകരായ ഏതെങ്കിലും പടുജന്മങ്ങൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ മൂക്കിൽ കയറ്റി കളയാമെന്ന് കരുതുമെങ്കിൽ
അത്തരക്കാരോട് പോമോനെ ലാലു എന്നേ പറയാനുള്ളൂ. ഇതൊക്കെയാണോ ഒരു 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 സെക്രട്ടേറിയറ്റിൽ ഉത്തരവാദപ്പെട്ട അസോസിയേഷൻ നേതാവ് ഉപയോഗിക്കേണ്ട ഭാഷ? ഇതൊക്കെയാണോ അഡ്വക്കേറ്റ് അസ്കർ? ഞാൻ ആദ്യമായി ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ സംഘടന കൊണ്ട് ശക്തരാവുക എന്ന നാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ പ്രബോധനത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മേഖലകളിലും സംഘടനാ ശക്തിയുണ്ട്. സംഘടനാ ശക്തിയുടെ പരിധിയും പരിമിതിയും നിശ്ചയിക്കപ്പെടേണ്ടത് വളരെ കൃത്യമായ അനിവാര്യതയാണ്. ഒന്ന്. രണ്ട്, ഈ വിഷയത്തെ സമീപിക്കേണ്ടത് വളരെ സത്യസന്ധരും നീതിയുക്തരുമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്തുന്ന തരത്തിൽ ഏതെങ്കിലും ഏജൻസികൾ ഏതെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അവിടെ കൃത്യമായി സംഘടനയ്ക്ക് ഇടപെട്ടേ മതിയാവൂ, ഇടപെടേണ്ടിയിരിക്കുന്നു. ഇവിടെ ആലങ്കാരികമായി പ്രയോഗിച്ച ചില ഭാഷാ പ്രയോഗങ്ങളുടെ പേരിൽ നാം വളരെ ചർവിതമായ ഒരു വിഷയത്തെ അതിൻ്റെ ഈ പുൽനാമ്പ് ഉപയോഗിച്ച് വീണ്ടും തൂങ്ങി ആ വിഷയം ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ. അഡ്വക്കേറ്റ് അസ്കർ, താങ്കൾ ഇങ്ങനെ ന്യായീകരിക്കല്ലേ അഡ്വക്കേറ്റ് അസ്കർ? ഇത് എന്താ പറയണ്ടേ, ഈ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമായിട്ട് ഇതിനെ അങ്ങനെ കാണാൻ പറ്റില്ല. താങ്കളെ പോലുള്ള ഒരാൾ ഇതിനെ വില കുറഞ്ഞ് കാണിക്കരുത്. ഇത് ആ രീതിയിൽ കൊള്ളേണ്ടടുത്ത് കൊള്ളണം എന്ന രീതിയിൽ മാത്രമല്ല, സുരേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ താഴോട്ട് വരാതിരുന്നാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കെതിരെ അന്യായമായി ഉയരുന്ന കൈകൾ പിന്നീട് അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് എംപ്ലോയീസ് അസോസിയേഷൻ. CPM-ൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കൈ വെട്ടിയിട്ടുണ്ട്, കാല് വെട്ടിയിട്ടുണ്ട്, 51 വെട്ടൊക്കെ വെട്ടിയിട്ടുണ്ട്. ആ ഒരു ചരിത്രമുണ്ട്, പാരമ്പര്യമൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും സെക്രട്ടേറിയറ്റിലെ ഒരു സംഘടന, അതും ഉത്തരവാദപ്പെട്ട ഒരു സംഘടന, ഈ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കസ്റ്റംസിൻ്റെ അന്വേഷണ സംഘ തലവനെ അദ്ദേഹം ഇനിയും ഇതേപോലെ പെരുമാറുകയാണെങ്കിൽ അദ്ദേഹം എങ്ങനെ പെരുമാറി എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഹരികൃഷ്ണൻ വന്ന് പറഞ്ഞ ചിത്രമായിരിക്കുമല്ലോ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കസ്റ്റംസിന് മുന്നിൽ പോയ ഒരു വ്യക്തിയാണ് ഞാനും. വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറിയത്. സർ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമാണ് പെരുമാറിയത്. പിന്നെ അതിന് പിറകിൽ ചില അജണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അത് പൊതുസമൂഹത്തിൽ വ്യക്തമായതുമാണ്, അല്ലേ? അഡ്വക്കേറ്റ് അസ്കർ ഉൾപ്പെടെയുള്ളവർക്ക് അത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ കസ്റ്റംസ് ഈ മൂന്നാം മുറ കസ്റ്റംസ് ഒരിക്കലും മൂന്നാം മുറയിലേക്കൊന്നും പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരികൃഷ്ണൻ അവതരിപ്പിച്ച ചിത്രം അത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അങ്ങനല്ല, ഒരു പക്ഷേ അങ്ങയോട് പെരുമാറിയ രീതിയിലായിരിക്കില്ല ശ്രീ ഹരികൃഷ്ണനോട് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം ഒരു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ആ രണ്ട് വസ്തുതകളും മനസ്സിലാക്കി വേണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പെരുമാറേണ്ടിയിരുന്നത്. അദ്ദേഹത്തോട് പെരുമാറിയിരുന്നതിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് വൈകാരികപരമായും മാനസികമായും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കും. അത് തൻ്റെ സംഘടനാ നേതാക്കന്മാരെ അറിയിക്കേണ്ട ബാധ്യതയും സംഘടനാ നേതാക്കന്മാരുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമാകേണ്ടതിൻ്റെ ബാധ്യതയും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഒരു അന്വേഷണ ഏജൻസി ഇത്തരം കടന്നുകയറ്റങ്ങൾ നടത്തുന്നുണ്ടോ? അതാണല്ലോ പ്രധാന വിഷയം. കസ്റ്റംസിന് നേരത്തെ എൻ്റെ പ്രിയ സ്നേഹിതൻ സുരേഷ് പറഞ്ഞതുപോലെ വളരെ വലിയ വിശാലമായ അധികാരങ്ങളുണ്ട് എന്ന് ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ കസ്റ്റംസ് എപ്പോഴാണ് ശത്രുവായത്? കസ്റ്റംസ് നിങ്ങളുടെ മിത്രമായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഒരു പ്രധാന പ്രതിയുടെ മൊഴി, ആ മൊഴിയിലെ 3 പേജ് മാത്രം അത് ചോർത്തി. ആർക്കാണ് ചോർത്തി കൊടുത്തത്? ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾക്കാണ് ചോർത്തി കൊടുത്തത്. അന്ന് കസ്റ്റംസ് നിങ്ങൾക്ക് സുഹൃത്തായിരുന്നു, അല്ലേ? ഇപ്പം എപ്പോഴാണ് ശത്രുവായി മാറിയത്? അല്ല, കസ്റ്റംസിൻ്റെ അല്ല, ഇവിടെ ശത്രുവോ മിത്രമോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഹരികൃഷ്ണനോട് വളരെ മോശമായി പെരുമാറിയെന്ന് ഹരികൃഷ്ണൻ തൻ്റെ സംഘടനയോട് പരാതിപ്പെടുകയും സംഘടന അതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധത്തിൻ്റെ സ്വരം, ആ പ്രതിഷേധത്തിൻ്റെ വാക്യങ്ങൾ അതിൻ്റെ ആലങ്കാരികമായി പോയിട്ടുണ്ടാവും.
അത് ഓരോ നമുക്കറിയാം കോളേജ് യൂണിയനിലും സ്കൂളുകളിലും ഒക്കെ തന്നെ നടക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായും കോളേജ് തലത്തിലൊക്കെ തന്നെ വളരെ സട്ടാരിക്കലായിട്ട് വിഷയങ്ങളെ അല്ല, അതൊക്കെ കൗമാര ചാബല്യങ്ങളാണ് അഡ്വക്കേറ്റ് അസ്കർ. അതുപോലെയാണോ കോളേജിലെയും ക്യാമ്പസിലെ അവസ്ഥയാണോ സെക്രട്ടേറിയറ്റിനകത്ത്? അല്ല, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണസിരാ കേന്ദ്രവും വലിയ സംഘടനാ ശക്തിയുള്ള അവിടുത്തെ വളരെ അഭിമാനബോധമുള്ള ജീവനക്കാരുടെ വലിയൊരു സംഘടനാ ശക്തിയാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത്. അപ്പോൾ അഭിമാനബോധത്തിൻ്റെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമ്പോൾ അവരുടെ അഭിമാനത്തിന് മേൽ മറ്റൊരാൾ കൈകയറ്റം നടന്നു. കസ്റ്റംസിലേക്ക് UPSCയുടെ എക്സാം എഴുതി കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അദ്ദേഹം. അപ്പോൾ ആ കസ്റ്റംസിലെ ആ ഉദ്യോഗസ്ഥനും ഇവരും ഒരു വലിയ മത്സര പരീക്ഷയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും പോലുള്ള വലിയൊരു മത്സര പരീക്ഷയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അവരുടെ സാമർത്ഥ്യത്തെ സംബന്ധിച്ചും അവരുടെ കഴിവുകളെ സംബന്ധിച്ചും നമ്മൾ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. അപ്പോൾ അവരുടെ മൂക്കിൻ തുമ്പിൽ വരെ മാത്രമേ ഇവർക്ക് അധികാരമുള്ളൂ. ഒരാളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തെയും കടന്നുകയറ്റത്തെയും നിശ്ചയമായും എതിർക്കപ്പെടേണ്ടതും അത് സംഘടനാപരമായി തന്നെ പ്രതിരോധിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആ സംഘടനയ്ക്കുണ്ട്. അതിലാണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക, നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുക. അല്ലാതെ പുരപ്പുറത്ത് കയറിയിരുന്ന് തെറി വിളിക്കലല്ല ഒരു സംഘടനയുടെ ജോലി. നിയമപരമായ മാർഗം സ്വീകരിക്കാൻ അതിൻ്റെ ആ സംഘടനയുടെ അംഗത്തോട് പറയുക, നിർദ്ദേശിക്കുക. നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കൂ. നിങ്ങളെ ഇങ്ങനെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസിനെ സമീപിക്കൂ. അത് പറയാലോ, അദ്ദേഹത്തിന് കോടതിയിലേക്ക് പോകാലോ. അല്ലാതെ കൈവെട്ടും കാലുവെട്ടും എന്നാണോ ഒരു സംഘടന ഭീഷണിപ്പെടുത്തേണ്ടത്? അതാണോ വ്യവസ്ഥാപിതമായ മാർഗം? അതാണോ? അതല്ല, നമ്മൾ ശിരച്ഛേദം ചെയ്യുന്ന ആ പദപ്രയോഗം എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോൾ ശിരച്ഛേദം എന്നുദ്ദേശിക്കുന്നത് തലവെട്ടിക്കളയുക എന്നുള്ളത് മാത്രമല്ലല്ലോ. അതിനൊരു ആലങ്കാരിക പദപ്രയോഗമായി മാത്രം കണ്ടാൽ മതി. കൈവിട്ടുക എന്ന് പറയുന്നത് കൈ എത്തുന്ന തരത്തിലേക്ക് അതിക്രമിച്ചു കയറുന്നതിനെയാണ് കൈവിട്ടുക എന്നുള്ളത് കൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൂടി അതിനൊരു മറു ചിന്ത കൂടി നമുക്ക് വേണം. അല്ലാതെ കൈവിട്ടുക അല്ലെങ്കിൽ കോടാലി കൊണ്ട് കൈവിട്ടുക എന്ന് അല്ല. അപ്പൊ ഈ 51 വെട്ടും നമുക്ക് സിംബോളിക്കായിട്ട് കണ്ടാൽ മതി എന്നാണോ പറയുന്നത്? നമ്മുടെ TPA 51 വെട്ടിയാണല്ലോ കൊന്നത്. അതും വളരെ സിംബോളിക്കായി എടുത്താൽ മതി എന്നാണോ പറയുന്നത്? അങ്ങ് അതിനെ TP വധവുമായി കണക്ട് ചെയ്യുകയോ വേണ്ട. ഇത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും ക്രിമിനലുകളുണ്ടോ? സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും ഇത്തരത്തിൽ കൊലപാതക കേസുകളിൽ പ്രതിയായിട്ടുള്ളവരുണ്ടോ? അവരുടെ പ്രതിഷേധം നാം സെക്രട്ടേറിയറ്റിലൊക്കെ പലപ്പോഴും അവിടെ സമരങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ഘട്ടങ്ങളിൽ ആ സമരങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ സാഹിത്യഭാവനയും അവരുടെ സട്ടയറിക്കൽ ആറ്റിറ്റ്യൂഡുമുള്ള ഒരുപാട് എഴുത്തുകാരും അതല്ലെങ്കിൽ കവികളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവർ ആലങ്കാരികമായി അത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കി എന്നുള്ളത് കൊണ്ട് അതൊരു വലിയ അപരാധമായി കാണേണ്ട കാര്യമില്ല. അതിൽ വളരെ കൃത്യമായി വിമർശനാത്മകവും അവരുടെ പ്രതിരോധത്തിന്റെ ഭാഷയും വളരെ കൃത്യമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ അവർ പ്രതിരോധിക്കുന്നുണ്ട്. അതിന് ആ പ്രതിരോധത്തെ മാത്രം കണ്ടാൽ മതി. അല്ലാതെ താങ്കളിലേക്ക് വരാം. താങ്കൾ ഈ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം എന്ന് ആവർത്തിക്കുന്നത് കൊണ്ട് ശ്രീ ജാഫർ ഖാൻ, താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? താങ്കളും ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയുടെ NGO അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കളോ താങ്കളുടെ സംഘടനയോ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഈ അഡ്വക്കേറ്റ് അസ്കർ അതിനെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പൊതുസമൂഹം അത് പരിഹാസ രൂപേണ മാത്രമേ കാണുന്നുള്ളൂ എന്ന്. അതിനകത്ത് വളരെ ഞാൻ ചോട്ടെ, ഇതിനകത്ത് ഇത് ആലങ്കാരിക പദമെന്നും ഇത് സറ്റേറിക്കൽ രീതിയിലുള്ളതാണെന്നും ഒക്കെ ഇത് എങ്ങനെയാ ഇത് പറയാൻ കഴിയുന്നത്? ഇത് നമുക്കറിയാം. ഇപ്പം നമ്മുടെ ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഈ കൗമാര പ്രായക്കാരോ അവരോ ഒക്കെ ആ രീതിയിലൊക്കെ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ വർത്തമാനങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യും. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ മറ്റ് സർവീസ് സംഘടനകളിലുള്ളവർ പോലും ചില സമയങ്ങളിൽ ചില പ്രസംഗ മധ്യേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളെ അല്ലെങ്കിൽ ആ ഒരു യോഗങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും ഒരുപക്ഷെ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തകരെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ ആ പ്രതിഷേധം അറിയിക്കാനോ ഇത്തരത്തിലുള്ള വാക്കുകളോ
ഒക്കെ ഉപയോഗിക്കാൻ, അതും ചിലപ്പം വന്നു വരും, സ്വാഭാവികമാണ് ഒരുപക്ഷെ. ഇതല്ല, ഇതൊരു നോട്ടീസ് തയ്യാറാക്കി അതിന്റെ പ്രൂഫ് നോക്കി അത് ആധികാരികമായി പബ്ലിഷ് ചെയ്യുമ്പോൾ, അതും ഒരു സർവീസ് സംഘടന ആ രീതിയിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഒരു ആലങ്കാരികമായ ഒരു ഭാഷയായി എങ്ങനെയാ അതിനെ കാണാൻ കഴിയുന്നത്? ഒരിക്കലുമല്ല. ഇവര് സർവീസ് സംഘടന എന്നുള്ള പേര് അതിനകത്ത് കൊടുത്തുകൊണ്ടും വർത്തമാനം പറയാൻ ഞങ്ങൾക്കും താല്പര്യമില്ല. കാരണം സർവീസ് സംഘടനയുടെ ജോലികൾ എന്താ കഴിഞ്ഞ 5 വർഷമായി ഈ സർവീസ് സംഘടന ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇവർ ഉൾപ്പെടുന്നുള്ള ഇടതുപക്ഷ സർവീസ് സംഘടനകൾ എന്താ ചെയ്തിട്ടുള്ളത്? യജമാന ഭക്തി കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ നിലനിർത്തുവാൻ നിലവിൽ ആരെയാണോ അവർ പ്രതിദാനം ചെയ്യുന്നത് അവരെ വർഗബോധം അത് മാറ്റിവെച്ചുകൊണ്ട് ആ ജീവനക്കാർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാതെ, അവരുടെ വിഷയങ്ങളിൽ ഇടപെടാതെ, ഇത്തരം രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളോ രാഷ്ട്രീയമായ അജണ്ടകളോ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ലാതെ ഈ ഇടതുപക്ഷ സർവീസ് സംഘടനകൾ കഴിഞ്ഞ 5 കൊല്ലമായി എന്താണ് ഈ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഓരോ മേഖലകൾ വേണ്ടി ചെയ്തിട്ടുള്ളത്? ശമ്പള പരിഷ്കരണം 1.5 വർഷം കഴിഞ്ഞു. ഒരു സമ്മേളനത്തിൽ ഒരു വരി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചോദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. 16% DA ഇന്ന് കുടിശ്ശിക ഈ ജനുവരി 1 മുതൽ 20% എത്തുന്നു. ആ DA കുടിശ്ശിക അത് ചോദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിലവിലുള്ള ശമ്പളം അത് പ്രളയ ഫണ്ടിൽ ഉള്ള രീതിയിൽ സാലറി ചലഞ്ച് കൊണ്ടുവന്നു. അന്ന് അതിനെ പിടിച്ചു വാങ്ങി കൊടുക്കുവാൻ അവര് വലിയ വ്യഗ്രത കാണിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത് സാലറി കട്ട് വന്നു. അതിനെയും ന്യായീകരിക്കുവാൻ ജീവനക്കാരനെതിരെ നിന്നു, സർക്കാരിന് വേണ്ടി നിന്നു. രണ്ടാമത് വീണ്ടും ഒരു സാലറി കട്ട് കൊണ്ടുവന്നു. അന്നും ഞങ്ങളൊക്കെ കോടതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറി ഇറങ്ങി അതിനെ ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടാണ് രണ്ടാമതൊരു സാലറി കട്ടിലേക്ക്. ഇവിടെ അതൊക്കെ പിടിച്ചു വാങ്ങിക്കൊണ്ട് ഇവിടെ ദൂർത്തും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ, ജീവനക്കാരെയൊക്കെ ബലിയാടുകളാക്കിക്കൊണ്ട് സംരക്ഷിക്കുന്ന ജോലിയല്ലാതെ സർവീസ് സംഘടനകൾ എന്ത് ജോലിയാണ് ഇവിടെ ഇതിനകത്തെടുത്തിരിക്കുന്നത്? ഒരു ജോലിയില്ല. ഈ സെക്രട്ടേറിയറ്റിലല്ലേ ബാക്ക് ഡോർ ഓഫീസ് തുടങ്ങണമെന്ന് സർക്കുലർ ഇറക്കിയത്. ആ സർക്കുലർ ഇറക്കിയ സമയത്ത് പോലും അതിനെ ന്യായീകരിക്കുവാൻ, അതിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുവാനൊക്കെ അല്ലേ ഈ സർവീസ് സംഘടന എന്ന് പറയുന്ന ഈ സർവീസ് സംഘടനകളൊക്കെ തയ്യാറായിട്ടുള്ളത്? അത് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ആ ഗവൺമെന്റിനെ അംഗീകരിക്കുക, അതിനെ സംരക്ഷിക്കുക, ആ ഒരു നിലപാടുമായിട്ടാണ് പോകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കെട്ടുതാലി പണയം വെച്ചും സർക്കാരിനെ സംരക്ഷിക്കണമെന്ന് പഴയ കെട്ടുതാലി സിദ്ധാന്തം പോലെയാ അത് ഇപ്പോഴും തുറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർവീസ് സംഘടനകൾ. അത് ഇവിടുത്തെ LDFന്റെയും CPMന്റെയും ഒക്കെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു ആലങ്കാരികവുമില്ല, ഒരു വർഗബോധവുമില്ല, ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. എനിക്ക് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഈ കസ്റ്റംസിന്റെ ഒക്കെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലെന്താ സഹകരിച്ച എന്താ കുഴപ്പം? ഇവിടെ എപ്പോഴും പറയുന്ന ഈ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് മടിയിൽ കനവില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ എന്താ ഒരു പരിശോധന നടത്തിയുള്ള കുഴപ്പം? അതിനകത്ത് ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് ആ രീതിയിൽ അതിനകത്ത് പ്രതിരോധിക്കാമല്ലോ. ഇത്തരത്തിലുള്ള നോട്ടീസ് ഇറക്കിക്കൊണ്ടാണോ അതിനെ നേരിടേണ്ടത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായാണോ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? അതൊരിക്കലും ഒരു സർവീസ് സംഘടനയ്ക്ക് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത് സാക്ഷര കേരളത്തിനും അത് ഭൂഷണം. അത് ഈ സർവീസ് സംഘടനയുടെ മാത്രം വിഷയമല്ല. അത് ഏത് മേഖലയിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള അരാജകത്വം മുന്നോട്ട് പോകുന്നത്? ഫാസിസം കൊണ്ടുവരുന്ന അത് ഈ പറയുന്ന കസ്റ്റംസിനെ നിയന്ത്രിക്കുന്ന ആളുകളും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അല്ല, സമീപകാലത്ത് ശ്രീ ജാഫർ ഖാൻ, സമീപകാലത്ത് സെക്രട്ടേറിയറ്റിൽ പെൺവാണിഭം എന്ന് പറഞ്ഞ് ഓൺലൈൻ മാധ്യമങ്ങൾ പോലും വാർത്ത കൊടുത്തിരുന്നു. അന്നൊന്നും ഇതുപോലെ ഉത്തരവാദപ്പെട്ട സംഘടനകളെ പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ജീവനക്കാരന്റെ വിഷയങ്ങൾ ഒരു സർവീസ് സംഘടനയുടെ ആത്യന്തികമായ കടമ എന്താ? ആത്യന്തികമായ കടമ എന്ന് പറഞ്ഞാൽ അവൻ പ്രതിദാനം ചെയ്യുന്ന ആ മേഖലയിലുള്ള ജീവനക്കാരുടെ സംരക്ഷണവും അവരുടെ ആവശ്യങ്ങളും സംരക്ഷിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകണ്ട എന്നല്ല. സാമൂഹ്യ പ്രതിബദ്ധതയും മറ്റ് വിഷയങ്ങളും ഒക്കെ സർവീസ് സംഘടനകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യണം. രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കേണ്ട നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ ഒരു പൗരൻ എന്ന നിലയിൽ ആ വിഷയങ്ങൾ. പക്ഷെ ആത്യന്തികമായ നമ്മുടെ കടമ മാറ്റിവെക്കുക മറ്റു പല രാഷ്ട്രീയ അജണ്ടകൾക്കും വേണ്ടി ഇതിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരിക്കലും ഭൂഷണമല്ല. ഇവിടെ കസ്റ്റംസിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടക്കട്ടെ. ഇതിനെ ആരാ ആദ്യം ഇവിടെ വിളിച്ചത്? കേന്ദ്ര ഏജൻസികളെ കത്ത് കൊടുത്ത് കേന്ദ്ര ഏജൻസികളെ വിളിച്ചു വരുത്തി അന്വേഷണം നടത്തുവാൻ തയ്യാറായത് ഇവിടുത്തെ ഗവൺമെന്റ് അല്ലേ? ആ ഗവൺമെന്റ് വിളിച്ചു വരുത്തുമ്പോൾ സെക്രട്ടേറിയറ്റിനകത്തുള്ള അന്വേഷണത്തെ നമ്മൾ ആവശ്യമില്ലാതെ തടസ്സപ്പെടുത്തുന്നത് എന്താ? ഇവിടെ പൊളിറ്റിക്കൽ വകുപ്പിൽ തീപിടുത്തമുണ്ടായി.
ആ തീപിടുത്തത്തെ കുറിച്ചുള്ള ഇവിടുത്തെ റിപ്പോർട്ടിന് വിരുദ്ധമായാണല്ലോ ഫോറൻസിക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അത് കത്തിച്ചതെന്നാണെന്നല്ലോ ഇപ്പോഴും പറഞ്ഞു നിൽക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച്, ഇവിടെ ക്യാമറ സ്ഥാപിച്ചതിനെ കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തതിനെ കുറിച്ച് ഏത് കാര്യത്തിനകത്താണ് ഒരു വ്യക്തമായ ഒരു അന്വേഷണം നടത്തുവാൻ സെക്രട്ടേറിയറ്റിലോ മറ്റ് പല ഭാഗങ്ങളിലോ പല മേഖലകളിലോ നമുക്ക് സാധിച്ചിട്ടുള്ളത്? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കല്ലേ ഈ കേരളം നടന്നു പോകുന്ന? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അകത്ത് കിടക്കുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലും ഇത്തരം ഭീഷണികൾ ഒരു സർവീസ് സംഘടനകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കേരള സമൂഹത്തിന് അത് ഒരിക്കലും ഭൂഷണമല്ല. അതിനോടൊപ്പം ചേർത്ത് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഈ കസ്റ്റംസിന്റെ അന്വേഷണമാണെങ്കിലും NIA-യുടെ അന്വേഷണമാണെങ്കിലും അതുപോലുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, ആ അന്വേഷണമായി ചുമതലപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലും ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഈ കർഷക മാർച്ചുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഒരു ഫിലിം സ്റ്റാറിനെ ആദായ നികുതി അന്വേഷണം ഉടനെ ഏർപ്പെടുത്തി എന്ന് പറയുന്നു. നമുക്കറിയാം, മുമ്പ് വിജയ് എന്ന സിനിമാ നടനെതിരെയുള്ള ആദായ നികുതി അന്വേഷണം. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള വർത്തമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും അവർക്കെതിരെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. യെസ് ജാഫർ ഖാൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുന്നു. ഉടൻ തിരിച്ചെത്താം.